വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ സംഘർഷം രൂക്ഷം. പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെയ്ലിൻ വിൻസൺ, പ്രതിപക്ഷ അംഗങ്ങളായ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ എന്നിവരാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സംഭവത്തിൽ പ്രതിപക്ഷ അംഗം സിജി ചാക്കോയുടെ കവിളിന് അടിയേറ്റതിനെ തുടർന്ന് പല്ലിന് ഇളക്കം സംഭവിച്ചു. മറ്റൊരു പ്രതിപക്ഷ അംഗമായ പ്രഭാ തങ്കച്ചന്റെ കൈക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. സിജി ചാക്കോ പറയുന്നത് ഇങ്ങനെ: ഞങ്ങളെ ഉപദ്രവിച്ച് ഞാനും പ്രവചിച്ചായിരുന്നു ഫ്രണ്ട് റോയിലിരുന്നത്. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, ഞാൻ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വനിതകൾക്ക് കേസിൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഉപദ്രവിച്ചെന്നും ഡ്രസ്സ് മാറ്റിയെന്നുമൊക്കെ പറയുന്നത്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എൻ്റെ കവിളത്തിൻ്റെ അടിക്കുകയാണ് ചെയ്തത്. അത് തടയാൻ ചെന്ന പ്രസിഡന്റിനെ, തൊട്ടടുത്തിരുന്ന പ്രവചേച്ചിനെ വൈസ് പ്രസിഡന്റ് അടിച്ച് കൈക്ക് ചതവ് പറ്റി നീര് വെച്ച് ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അവരിപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ട് മറ്റ് പത്രസമ്മേളനത്തിൽ കള്ളം പറഞ്ഞതുപോലെ തന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിനും വൈസ് പ്രസിഡന്റ് സെയ്ലിൻ വിൻസെന്റിനും പരിക്കേറ്റതിനെ തുടർന്ന് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരാണ് നിലനിന്നിരുന്നത്. ഇന്ന് നടന്ന കമ്മിറ്റി യോഗത്തിനിടെ പ്രതിപക്ഷ അംഗമായ സിജി ചാക്കോ കള്ളി കള്ളി പെരുങ്കള്ളി എന്ന മുദ്രാവാക്യം വിളിച്ചതോടെയാണ് വാക്കേറ്റം രൂക്ഷമായതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറയുന്നു. തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ തള്ളും തെള്ളലും കയ്യാങ്കളിയും ഉണ്ടാകുകയായിരുന്നു. ഇതിനിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചതായി ആരോപണമുയർന്നത്. തന്റെ കവിളത്ത് സിജി ചാക്കോ ആഞ്ഞടിച്ചു എന്ന ആൻസി തോമസ് പറയുന്നു. പൊട്ടിയ പോലെ എനിക്ക് ചെവി കേൾക്കത്തില്ല, വേദന, ഭയങ്കര വേദനയാണ്. എൻ്റെ സാരി വലിച്ചു പറിച്ചത്, എൻ്റെ സാരി വലിച്ചു പറിച്ചിട്ടാണ് ചെവിക്ക് അടിച്ചിട്ടാണ് സാരി വലിച്ചു പറിച്ചത്. സാരിയും വലിച്ചു പറിച്ച് എന്നെ ആരോ പിടിച്ചോണ്ട് പോയി. ഞാൻ ടോയ്ലറ്റിൽ പോയി എന്നെ വൈസ് പ്രസിഡന്റ് പിടിച്ചു മാറ്റിയാണ് ഡ്രസ്സ് മാറിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നെ അവിടെ ഉണ്ടായി അവന്മാർ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒച്ചപ്പാട് കഴിഞ്ഞ ദിവസം തൊട്ട് തെറിയും ഒച്ചപ്പാടുമാണ്. അത് ഉണ്ടാക്കാതെ പദ്ധതിക്ക് ഇന്ന് ജനറൽ കമ്മിറ്റിയാണ്, പദ്ധതി അംഗീകരിക്കണം, അതുകൊണ്ട് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കമ്മിറ്റി കൂടിക്കുകയല്ലടി എന്നാണ് പറയണേ. നിന്നെ കമ്മിറ്റി കൂടിക്കുകയല്ല, നിന്നെ ഇവിടെ പദ്ധതി എടുപ്പിക്കുകയല്ലെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്നാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അന്നേരമാണ് ഞാനങ്ങ് ഇറങ്ങി സ്റ്റാൻഡിൽ താഴെ ഇറങ്ങിയപ്പോൾ സ്റ്റാൻഡിൽ ഗ്ലാസ് തട്ടി മറിച്ചിട്ട് എനിക്കിട്ട് അടിക്കുകയും അതുപോലെ തന്നെ നിന്നെ ശരിയാക്കൂടി എന്നാണ് പറയണേ. ശരിയാക്കൂടി എന്ന് പറഞ്ഞ് അടിയും കഴിഞ്ഞിട്ടാണ് സാരി വലിച്ചു പറിച്ചത്. പോലീസ് സംഘത്തിന്റെ കർശന കാവലിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇരുവിഭാഗത്തിലെയും നേതാക്കന്മാരും അണികളും ആശുപത്രി പരിസരത്ത് തമ്പടിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ പോലീസ് സാന്നിധ്യത്തിലാണ് ആശുപത്രിയിൽ ചികിത്സ നടക്കുന്നത്. സംഭവം പ്രദേശത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി.